പറയാൻ പറ്റുന്ന കൊല്ല വട്ടവല ഏസി ആയിട്ടിരിക്കുമ്പോ കമ്പസിറ്റിയില് ഒരു റാക്ക് കച്ചവടക്കാരൻ 10 കൊല്ലം മോതിരം ഒക്കെ ഇട്ട് മധുരക്കാരൻ ഒരു ട്രാവല ഒരാളാറടി പൊക്കം 10-300 തൂക്കം അജാന ബാഹു ഇങ്ങനെ തഞ്ചാവൂരെങ്ങാണ്ടുള്ള ഡാൻസ് കളിക്കാരൻ ഒരു അവിടെ പേരിൽ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞോ കൊടുക്കും ഇങ്ങനെ 5 പേരിലും പതിച്ച ഒരു വീക്ക നിന്ന് നിലയ്ക്ക് അവൻ ടൂർ അവന്റെ വൈദ്യുതി ഒഴിച്ചു. അല്ല ചില സ്ഥാനങ്ങൾ അങ്ങനെയാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ നൂല് വാശിക്ക് ചോര വാഴുന്നത് ഒരു ലക്ഷണമാണ്. ഇച്ചിരി പഞ്ഞിട്ടുണ്ട് കൂടെ അല്ല. നീ ഭദ്രയോട് സംസാരി. ബാലു ഇവിടെ ഉണ്ട് രണ്ടുപേരും. ഞാൻ വിളിച്ചോളാം. എന്താ പറഞ്ഞു കേൾപ്പിച്ചോ? പഴയ തഞ്ചാവൂര് ഒരു നിമി നല്ല കയ്യൂക്ക്, നല്ല കായബലം, നല്ല ബുദ്ധി, നല്ല തണ്ടല്, നല്ല തന്തയ്ക്ക് പിറവി, ശത്രുസ്ഥാനത്ത് നിർത്താൻ പറ്റിയ വിത്തുഗുണമുണ്ട് നരിക്ക്. നല്ല പേരും. ഇഷ്ടമല്ലേ നരിയെ? അതല്ല, കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ നമുക്ക് ഈ കണ്ട നാലുകാട്ടൊന്ന് സ്ട്രീറ്റിൽ കിടന്ന് ഫൈറ്റ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അത് അന്തസ്. നിന്റെ തന്ത വലിയ മൈസ്ട്രേറ്റ് ആയിരുന്നല്ലോ. മാന്യത കാണിക്കാം മരിച്ചു കിടക്കുമ്പോ. ജോസിന്റെ ഭാര്യ വത്സമ്മ. അതെ. ജോസുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകളിൽ വത്സമ്മയ്ക്ക് നേരിട്ട് അറിയാമെന്ന് പറയാൻ അതൊരൊറ്റയാൾ മാത്രമാണ്, അപ്പിച്ചായി. ഒരിക്കലും ഉപദ്രവിച്ചിട്ടുണ്ട് അവളെ. അതൊരുപാട് കൊല്ലം മുമ്പാ ജോസവളെ കെട്ടിക്കൊണ്ട് വന്ന കാലത്ത്. വന്ന കാലത്തല്ല, വന്ന അന്ന്, ആ ദിവസം. വത്സമ്മ ഒന്നും പറയല, ഒരാളുടെ പേരും പറയല. ഇവൻ നേരിട്ട് എന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാല് പിന്നെ അവളുടെ കൺമുമ്പിലിട്ട പെമ്പിള്ളേരെ ഏതോ ഒരു നരേന്ദ്രൻ വന്ന് നീട്ടെഴുതി തന്നപ്പോ എന്നോട് അനുവാദം വാങ്ങാതെ അങ്ങോട്ട് ചെന്ന് എരന്ന് വാങ്ങിച്ചതിന് എന്റെ കൈ പൊള്ളി. നിന്റെ ബുദ്ധി നരേന്ദ്രനെ അങ്ങോട്ട് ചെന്ന് കണ്ട് മുൻകൂർ പേടിപ്പിക്കാൻ. സേതു, ശരീരം മാത്രമേ വിലക്കെടുക്കാറുള്ളൂ, മസിലായിട്ടും മാംസമായിട്ടും. ബുദ്ധി വിലക്ക് വാങ്ങാറില്ല പുറത്തുനിന്ന് ഒരുത്തനോടും. നിന്റെ ചെറുനെല്ലിക്കാൻ മുഴുപ്പുള്ള ബുദ്ധി കൊണ്ട് സംരക്ഷിക്കാൻ നോക്കിയാല് അതിലടങ്ങില്ല. അത്രയ്ക്ക് വലുതാടാം സേതുവിന്റെ സാമ്രാജ്യം. എന്നല്ലേ താച്ച? അയ്യ, ഞാൻ രാജാക്കാട് ചെല്ലപ്പ. ആരെ? രാജാക്കാട് ചെല്ലപ്പ. രാജാക്കാട് ചെല്ലപ്പ. ഞാൻ താൻ സാർ. എക്സ് മെമ്പർ ഓഫ് പഞ്ചായത്ത്, രാജാക്കാട്, ഇടുക്കി. ഞാൻ താൻ സാർ. ടാക്സി ഡ്രൈവേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ്, രാജാക്കാട്. ഞാൻ താൻ സാർ. പ്രസിഡന്റ് തിരൈപ്പട ഫാൻസ് കൂട്ടണി. ഞാൻ താൻ സാർ. എല്ലാമേ ഞാൻ താൻ. ഒന്ന് ഹോൾഡ് ചെയ്തോണേ സാർ. ഇതേതാണോ ഈ സാധനം? ഇങ്ങോട്ട് മാറിക്കണോ സാർ? ഇതാ ജോസിന്റെ ഭാര്യയും കൊച്ചുങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്ന ആളാ സാർ. ഇദ്ദേഹം ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെല്ലുവന്നു. ഇല്ല, ഇരിക്കാൻ പറയുന്നില്ല സർ. പറഞ്ഞതാണ്. ഇരിക്കേ. വേണ്ട സർ, ഞങ്ങളിവിടെ നിന്നോളാം. സെക്ഷൻ ഇരുത്തിയിട്ട് സാഹത്തിലൂടെ കുട്ടികൾ കുടിക്കാൻ എന്തെങ്കിലും വരുത്തിച്ചു കൊടുക്കാൻ പറയും. ചായയോ ജ്യൂസോ. എടാ കുറുപ്പിനോട് ആ സാധനങ്ങള്. ജോസിന്റെ. സർ വരൂ. ചെല്ല്. ഇയാളാരാ? ബന്ധുവാണോ? അതെ സർ, എന്റെ ചേച്ചിയുടെ. 1.5 കൊല്ലം അംഗൻവാടിയിൽ ടീച്ചറായിട്ട് ജോലി നോക്കിയിട്ടുണ്ട് വത്സമ്മ, മാട്ടുപ്പെട്ടിയിൽ. പിന്നീട് ജോസായിട്ടത് നിർത്തിച്ചു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് 17ാമത്തെ വർഷം. അതെ. ജോസിന്റെ ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു അറിയാമായിരുന്നോ വത്സമ്മയ്ക്ക്?
ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു സർ. പിന്നെയാ. പിന്നെ അറിഞ്ഞപ്പോ വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടുണ്ട് സർ. ആരൊക്കെയായിട്ടായിരുന്നു ഇടപാടുകൾ അറിയാമോ? ഇല്ല. ജോസ് എങ്ങനെയാ ഉപദ്രവിക്കുമായിരുന്നു? ജോസിന്റെ ബോഡി അവസാനമായിട്ട് ജോസ് വീട്ടിൽ നിന്ന് വരുമ്പോ മുഖത്തൊരു മുറിപ്പാടുണ്ടായിരുന്നു. മുറിഞ്ഞിട്ട് സ്റ്റിച്ചിട്ട്. ஆமா சார் கொண்டாடுங்க. போறதுக்கு முன்னாடி நைட்டில ஜோஸ் நல்லா சாப்பிட்டு இருந்தது. ஜிபி இறங்கப்போ மூஞ்சி அடிச்சு வீழ்ந்தாச்சு வீட்டுக்கு முன்னாடி. എന്നിട്ട് മുറിവ് എവിടാ സ്റ്റിച്ചിട്ടത്? സെയിന്റ് സെബാസ്റ്റ്യൻസ് ഹോസ്പിറ്റൽ. ஆமா சார் நீங்க சொன்னது கரெக்ட். ആ സാർ, ലോഡ്ജിൽ നിന്ന് കിട്ടിയതാ ജോസിന്റെ സാധനങ്ങൾ. ബോധിച്ചൊന്ന് റെസീറ്റ് കൊടുത്തേക്കണം. ഇവരെ കുട്ടികളിലേക്ക് നിർത്തിക്കൊണ്ടു. സാർ വരൂ. அழாதோ அழாதே நான் இருக்கலையா ചെല്ലപ്പാ. சார் നീ എങ്ക നില്ലപ്പാ. சார் நீ போமா நான் வர்றேன். சொல்லு கடவுளே பாவம். ரொம்ப கஷ்டம் சார் உள்ள லைஃப். நான் ஒருத்தர் மட்டும் தான் உதவி, வேற யாருமே இல்லை சார். ஒரு சின்ன ரெக்வெஸ்ட் என்ன சார், பாவம் பொண்ணு, அந்த மூத்த பொண்ணுக்கு பருவ பிராயம் 15 வயசு. വല്ലാത്ത കാലമല്ലേ സാർ. കാട്ടുമുക്കിൽ ഒറ്റയ്ക്ക് കിടന്ന് വല്ലതും സംഭവിച്ചു പോയാൽ പുള്ളകളെ കൂട്ടി എന്റെ വീട്ടിൽ വന്നിരിക്കാൻ സാറായിട്ട് പറയണം അവളോട്. സാറ് പറഞ്ഞ അവളെ കേൾക്കും. ഞാൻ അവളെയും മോളെയും എന്റെ സ്വന്തം ഭാഗ്യ പോലെ നോക്കും. മോനെ, നിനക്ക് ഞാൻ മറ്റേ മാമാപ്പണി കൂടി ചെയ്തോ അല്ല? അച്ഛനെ മാറ്റിനോടാ നീ ആരോടെങ്കിലും മഴ പറഞ്ഞ് പേടിപ്പിക്കാൻ? കള്ളം പറയാൻ ഉണ്ടെന്നങ്ങനെ അറിഞ്ഞ മതി കൊന്നാളെ ഞാൻ. ഇന്താടി അടിച്ചാച്ച്. രാജാക്കാട് ചെല്ലപ്പ ഒരു തോക്കെടുത്ത് നെഞ്ചത്തോട് കുത്തിയ പേടിക്കാൻ നോക്കിയതാ. പുറമേ കാണുന്ന ഇനമല്ല, പോടനല്ല, ട്രെയിൽ ഹെം. ഹലോ. ആ ഒന്ന് ഹോൾഡ് ചെയ്തോണേ. ഇതാ കൊടുക്കാം. മുസ്തഫ. പറഞ്ഞുപോയി, ഒന്ന് എടുത്തോ. ചുണ്ടൻ തുറപ്പിച്ചേക്ക്. ആ എന്താടാ? എങ്ങനെ എപ്പോ? എന്ത് പറ്റി? ആ മറ്റോ മിസ്സായി മുസ്തഫയുടെ കയ്യിൽ നിന്ന്. ആര്? ചെല്ലപ്പ. അവനെ കണ്ടാലറിയാം അവന്റെ ബോഡി ലാംഗ്വേജ്, ഹിസ്ട്രിയോണിക്സ്. പക്കാ ക്രിമിനലാണ് അവൻ. എന്നാ പിന്നെ വിട്ട എന്തിനാ? കസ്റ്റഡിയിൽ എടുത്തുകൂടായിരുന്നോ നരിക്ക്? ഏയ്, സൂചനകളേ ഉള്ളൂ, അല്ലെങ്കിൽ വെറും തോന്നലുകൾ, അല്ലെങ്കിൽ രണ്ടും. കസ്റ്റഡിയിൽ എടുക്കാൻ അത് പോരാ, കൂത്തി നിക്കലടി കഴുതേ. പേടിയുണ്ടോ നരിക്ക്? ജോസിന്റെ ഭാര്യയുടെ കണ്ണുകളിൽ ഞാൻ കണ്ട പേടി, ഇറ്റ് വാസ് സോ ഇന്റൻസ്. ആരോ പേടിപ്പിച്ചിട്ടുണ്ട് അവരെ. ചോദിച്ചില്ലേ? നോ, ഷീ കുഡന്റ് ടേക്ക് ഇറ്റ്. അവരെന്തോ ഉറക്കാൻ ടെൻഷനല്ലേ നരിക്ക്? നിനക്കുറങ്ങണ്ടേ? അമ്മ ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്റെ അമ്മ. ഒന്ന് രണ്ട് മൂന്ന് சொன்னது மட்டுமா? ஜாஸ்தி இல்லையா? சொன்னது மட்டும். എന്താടി കണക്ക് പറയാണോ? ഉലക പെരിയ പിച്ച രാജാക്കാട് ചെല്ലപ്പ ആണോ? ஆமா சார், நீங்க சொன்னது கரெக்ட். ஆனா വാ. ஆல்ரைட். എങ്ങനെ ഉണ്ടായിരുന്നടാ നരി? ரொம்ப கட்டிக்காரன் சார். ஆஹா. பெரிய கேரக்டர் அவரு. കാര്യം പറയടാ. ஆமா சார், അവൻ തോക്കെടുത്ത് ഇങ്ങനെ വെച്ചു പേടിപ്പിക്കാൻ നോക്കി. പേടിച്ചു കൊടുത്തു. അവൻ വിശ്വസിച്ചോ അവള് പറഞ്ഞതെല്ലാം? ആമാ സാർ, ഇനി അവള് കള്ളം പറഞ്ഞാന്ന് സംശയം തോന്നിയാലും അത് ഞാൻ പറയിപ്പിച്ചാന്ന് തോന്നും അവന്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും സംശയം തോന്നത്തില്ല. നിന്നെ ആരടാ ഫോളോ ചെയ്തെന്ന് പറഞ്ഞത്? അത് ചൊന്നാ സിദ്ധമായ കാമഡി സിറ്റുവേഷൻ സാർ. കാര്യം പറയടാ. സാർ, ഞാൻ ലാജിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ നടക്കുമ്പോൾ എന്നമോ ശരിയല്ലേ എന്നൊരു ഫീലിങ്സ്. பார்க்கும்போது ஆப்போசிட் சைடுல கொஞ்சம் தள்ளி டீ கடையில என்னையே பார்த்து சும்மா தண்ணி சாப்பிட்டு இருக்கிற மாதிரி அவன். அந்த துளுக்கன் போலீஸ்காரன் எஸ்ஐ. എന്നിട്ട് அந்த எஸ்ஐய பார்த்ததும் என்னோட பக்கத்துல தான் எலக்ட்ரிக் போஸ்ட் இருந்தது. இந்த பியூஸை எடுத்தாச்சா, ஃபியூஸ்ல அப்படியே கரண்ட் போச்சு. ஃபுல் டார்க்கன்ஸ். அப்படித்தான் நான் அங்கே இருந்து தப்பிச்சு விட்டது. പൊയ്ക്കോ. சரி சார். சார் சொன்னது மட்டும்.
പോയിട്ട് വരേ സാർ. അപ്പിച്ചായിട്ട് ഓരോരോ ഗഡികളെ. പക്ഷേ ഫ്യൂസ് ഊരിയതുകൊണ്ട് കാര്യമില്ല. അവനെ ഫോളോ ചെയ്യുന്നുണ്ട് നരിയുടെ ഷാഡോ പോലീസ്. ആ എടാ, എന്ത് പ്രായം വരൂടാ ജോസിന്റെ ഇളയ കൊച്ചിന്? ഒരു 5 or 6. കഷ്ടം കഷ്ടം.